തെലങ്കാന ബിആർഎസിൽ പൊട്ടിത്തെറി. കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിതയെ ബിആർഎസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത് ലാൽ, ബിആർഎസിൽ ആഭ്യന്തര കലഹം രൂക്ഷമായ ഈ ഘട്ടത്തിലാണ് മകൾക്കെതിരെ ശക്തമായൊരു നടപടിയുമായി നീങ്ങുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ മുതൽ KCRന്റെ വീട്ടിൽ വളരെ മാരത്തോൺ ചർച്ചയായിരുന്നു. അതിൻ്റെ ഒടുവിലാണ് കവിതയെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. കാരണം സ്വന്തം അമ്മാവൻ കൂടിയായ കസിൻ നേരത്തെ മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന പിന്നെ സോമാകുമാർ അല്ലെ രമേഷ് MD തുടങ്ങിയ നിരവധി സ്വന്തം ബന്ധുക്കൾക്കെതിരെ തന്നെ പരസ്യമായ ആരോപണമായി രംഗത്ത് വന്നതാണ് ഇപ്പോൾ കവിതയ്ക്ക് വിനയായിരിക്കുന്നത്. കാരണം കൈലേശ്വരം ഹൈഡ്രോ പ്രൊജക്ട് സംബന്ധിച്ച അഴിമതി ആരോപണങ്ങളിൽ പരസ്യ പ്രസ്താവനയാണ് നടത്തിയത്. ബിആർഎസിൻ്റെ മന്ത്രിമാരെയും BRS മുഖ്യമന്ത്രിയെ തന്നെ KCRനെ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു പ്രസ്താവനയാണ് കവിത കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. അതാണിപ്പോൾ നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും മകളും തമ്മിലുള്ള ഒരു തർക്കമായി തന്നെ ഇതിനെ കാണണം എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം കവിതയായിരുന്നു നേരത്തെ BRSൻ്റെ വളരെ ശക്തമായ ഒരു ശബ്ദം. എന്നാൽ മകൻ അത് എടുക്കുകയും മകനും അമ്മാവനും കൂടി അത് ഈ കാര്യങ്ങളിൽ നേതൃത്വ സ്ഥാനത്ത് എടുക്കുകയും കവിത പുറത്തു പോകുന്ന അവസ്ഥ വരികയും ചെയ്യുന്നു എന്നാണ് ഒരു രാഷ്ട്രീയ വിശകലനം. ഏതായാലും തെലങ്കാനയിലെ രാഷ്ട്രീയത്തിൽ ഒരു കവിത ഇനി ഏത് ഭാഗത്തായിരിക്കും എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസുമായി സഹകരിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വിഷയം. ഏതായാലും കവിതയെ സംബന്ധിച്ചോളം മാർഗം BRSലെ ഭാവി അടഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായൊരു സഹകരണത്തിലേക്ക് അവർ മുന്നിട്ടിറങ്ങുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് തെലങ്കാന രാഷ്ട്രീയം പറയുന്നത്. ഏതായാലും TRSൻ്റെ അതായത് തെലങ്കാനയിൽ ഇപ്പോൾ BRS ആണ്. BRSലെ ആഭ്യന്തര കലഹം രൂക്ഷം എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും. സംസ്ഥാന ഭരണം പോയതിനു ശേഷം BJPയിലേക്ക് കേഡർമാർ മാറിയതിനു ശേഷം KCRൻ്റെ കൂടെ ഇപ്പോൾ മകളും KCRൻ്റെ പക്ഷത്തു നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കവിത BJPയെ സ്വീകരിക്കുമോ അതോ കോൺഗ്രസിനെ സ്വീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഡൽഹി മദ്യദിന അഴിമതി കേസിൽ ജയിലിൽ കിടന്ന കവിത BJPയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. എന്നാൽ കേസ് പരിഗണനയുള്ളതുകൊണ്ട് തന്നെ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും കവിതയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു. ശരി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.